മാരി സെൽവരാജിന്റെ മൂവി എന്ന് പറയുമ്പോൾ അതിൽ പൊളിറ്റിക്സ് ഉണ്ട്, ജാതിയുണ്ട്, മതമുണ്ട്, മനുഷ്യരുണ്ട്, ഇമോഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. സോ മാരി സെൽവരാജിന്റെ ഫിലിമോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് വാഴ. എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇങ്ങനത്തെ മൂവീസും ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് മാരി സെൽവരാജിന്റെ മൂവി അഫ്കോഴ്സ് ആ ഒരു പരിയേര് പെരുമാൾ തൊട്ട് ഇതുവരെയുള്ള എല്ലാ മൂവീസും എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ഒരു സിനിമ മെയിൻലി സംസാരിക്കുന്ന മാരി സെൽവരാജിന്റെ ലൈഫ് തന്നെയാണ്. ഒരു ബയോപിക് ഓഫ് മാരി സെൽവരാജ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മാരി സെൽവരാജിന്റെ കുട്ടിക്കാലത്ത് താൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസും തന്റെ ഫാമിലി ആയാലും അച്ഛനമ്മ ചേച്ചി പിന്നീട് തന്റെ നാട്ടുകാർ ആ ഒരു ഗ്രാമം, സോ അവിടെ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ഒരു ട്രാജഡിയും, സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് സിനിമ സംസാരിക്കുന്നത്. സത്യം പറഞ്ഞ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനൊക്കെ എനിക്ക് നല്ല രീതിയിൽ കണ്ണെറിഞ്ഞു കേട്ടോ. കാരണം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ ഒരു രണ്ട് കുട്ടികൾ അവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും അവരുടെ സ്കൂളും പഠിത്തവും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരിപ്പം വെക്കേഷൻ വന്നാൽ പോലും അവർക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ഗ്രാമത്തിലുള്ള എല്ലാവരും ഡെയിലി പോകുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഈ വാഴത്തോട്ടത്തിൽ വാഴ എടുക്കാനാണ് പോകുന്നത്. സോ ഈ മാരി സെൽവരാജും തന്റെ കൂട്ടുകാരനായിട്ട് ഒരാളും കൂടി സ്കൂൾ അവധി വന്നാൽ ഇവർക്ക് പേടിയാണ്. കാരണം സ്കൂൾ അവധി വന്നാൽ ഇവരുടെ ഫാമിലി ഇവരെയും കൂട്ടി ആ ഒരു തോട്ടത്തിൽ ജോലിക്ക് പോകും. കാരണം പൈസ കിട്ടും, ഓൾറെഡി ഒരുപാട് കടമുണ്ട്, സോ അതൊക്കെ വീട്ടണം, സോ അതിന് വേണ്ടി കൊണ്ടുപോകും. സോ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ജീവിക്കുന്ന ആ ഒരു കുട്ടിയുടെ ലൈഫിൽ പിന്നീട് നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു വാഴത്തോട്ടം അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ശേഷം തന്റെ ലൈഫിൽ താൻ ഫേസ് ചെയ്യുന്ന വലിയൊരു ട്രാജഡിയൊക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് സംസാരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാരി സെൽവരാജിന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിശയമാണ്. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട് മാരി സെൽവരാജ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മൂവീസ് ചെയ്യണം, ജാതി മതം പൊളിറ്റിക്സ് ഒക്കെയാണ് സംസാരിക്കുന്നത്, വേറെ പാറ്റേൺ പുള്ളിക്കാരന് ചെയ്യാൻ അറിഞ്ഞൂടെ എന്നൊക്കെ ഒരുപാട് ഇന്റർവ്യൂസിൽ. ഇപ്പം ഞാൻ തന്നെ ഇപ്പം മാരി സെൽവരാജിന്റെ മാമൻ എന്നൊരു മൂവി ഉണ്ട് ലാസ്റ്റ് റിലീസായി, ആ ഒരു സിനിമയ്ക്ക് പോലും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫഹദ് ഫാസിലിന്റെ ആ ഒരു ക്യാരക്ടർ തമിഴ്നാട്ടിൽ ഭയങ്കര ആഘോഷമാക്കിയതാണ്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോഴും ഈ മാരി സെൽവരാജ് മൂവിയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ആ നാട്ടിൽ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ആ ഒരു സിനിമയിൽ കൂടി അയാൾ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയിൽ വാഴയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ട്രൂ ഇൻസിഡൻസ് ആണ്. സോ അത് ഇപ്പോഴും തമിഴ്നാട്ടിലെ പല ഏരിയാസിലും, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കാം, തമിഴ്നാട്ടിൽ കൂടുതലും ഇത് നടക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതായത് ഈ സ്കൂൾ കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂളിൽ തന്നെ വിടത്തില്ല, നിങ്ങൾ ജോലിക്ക് പോകും എന്നാലും പൈസ കിട്ടത്തുള്ളൂ, അത് വെച്ച് ജീവിക്കണം എന്നുള്ള തോട്ടിലൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഞാൻ തമിഴ്നാടിന്റെ മാത്രം പോയിന്റ് ചെയ്ത് പറയല്ല, എല്ലാ സ്ഥലത്തും ഉണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ മേക്കിംഗ് ആൻഡ് പ്രസന്റേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാരി സെൽവരാജ് ഫിലിമോഗ്രാഫിയിൽ നമ്മൾ ഇതുവരെ കണ്ട ഒരു മൂവി പാറ്റേൺ എന്താണോ അതേ ടെംപ്ലേറ്റിലാണ് ഈ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിങ്ങും ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽസും, സോ ആ ഒരു എൻറ്റയർ മൂവി നമ്മൾ ഇതുവരെ മാരി സെൽവരാജ് ഫിലിമോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുവന്ന ഒരു പാറ്റേണും ഒരു സ്റ്റൈൽ ഓഫ് എക്സിക്യൂഷൻ ഉണ്ടല്ലോ, അതേ രീതിയിലാണ് ഇവിടെയും ആ ഒരു മൂവി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടേഴ്സും അവരുടെ ഇമോഷൻസും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും തന്നെയാണ്. അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് ഒരു ഗ്രാമം ഫുള്ള് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ട്രാജഡിയൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ഡയറക്ടറിന്റെ ചെറുപ്പകാലത്ത് ആ ഒരു ഡയറക്ടർ ആ ഒരു ഗ്രാമത്തിൽ അവരുടെ ജനങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ നടന്ന കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷനും ആ ഒരു ട്രൂ ഇവന്റ്സ് ഉണ്ടല്ലോ, അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ ഒരു എൻറ്റയർ മൂവിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ വാസ് ലൈക്ക് അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ ഇമോഷണലി എന്നെ ഭയങ്കര ഇതിൽ കണക്ട് ചെയ്ത് കേട്ടോ. ഞാൻ ഒരുപാട് സീക്വൻസിൽ അതായത് ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ വരുമ്പോൾ ക്ലൈമാക്സിൽ ഒരു സോങ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ബ്ലെൻഡ് ചെയ്ത് ഭയങ്കര ഇതിൽ ഇമോഷണൽ ആയിപ്പോയി ഞാൻ. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സന്തോഷ് നാരായണാണ്. പുള്ളിക്കാരൻ്റെ ആ സോങ്ങും BGM ഒക്കെ ഒരു രക്ഷയില്ല. ചില സീക്വൻസിലൊക്കെ ഇത് വന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു എൻറ്റയർ സീന് തന്നെ വേറെ ലെവലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് സിനിമാറ്റോഗ്രാഫി എന്ത് കിടിലം ഫ്രെയിംസ് ആണെന്ന് അറിയാമോ. ഡയലോഗ്സോ മ്യൂസിക്കോ ഒന്നും വേണ്ട, ചില ഫ്രെയിംസിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ. അത്ര കിടിലായിട്ടുള്ള ഒരുപാട് ഫ്രെയിംസ്, കട്ടിങ് ആണെങ്കിലും ശരി പക്കയായിട്ട്. അതായത് ഇപ്പോൾ മാരി സെൽവരാജിന്റെ നിങ്ങൾ മാമന്നൻ സിനിമ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം, ആ ഒരു പ്രസന്റ് ടൈം കാണിക്കുന്നതിന്റെ കൂടെ പാരലി ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷ്വൽസിലൂടെ കാണിക്കുന്നുണ്ട്. സോ അതേ ഒരു സ്റ്റൈൽ ഇവിടെയും വരുന്നുണ്ട്. സോ എഡിറ്റിംഗ് വൈസ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. അടിപൊളിയായിട്ടാണ് എല്ലാവരും അഭിനയിച്ചിട്ടുള്ളത്. കലയർസനായാലും നിഖില വിമലായാലും മറ്റുള്ള സപ്പോർട്ടിംഗ് ആക്ടേഴ്സ് ആയാലും എല്ലാവരും അവരുടെ റോൾ എന്താണോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ അവർക്ക് എങ്ങനെ ബെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിഖില വിമലിന്റെ കാര്യം എടുത്തു പറയണം. ഒരു ടീച്ചറായിട്ടാണ് വരുന്നത്. ആ ഒരു ടീച്ചറും ആ ഒരു സ്റ്റുഡൻസ് തമ്മിലുള്ള ബോണ്ടും, അതിലൊരു സ്റ്റുഡന്റ് അതായത് നമ്മുടെ മാരി സെൽവരാജിന്റെ ക്യാരക്ടർ തന്നെയാണ്. ചെറുപ്പകാലത്ത് പുള്ളിക്കാരൻ ആ ഒരു ടീച്ചറിനോട് ഇഷ്ടം തോന്നും, അത് ടീച്ചറിനോട് പറയുകയും ചെയ്യും. ടീച്ചർ അത് നൈസായിട്ട്, അതായത് ആ ഒരു പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിൽ അവർ ആ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യുന്നതും അവനെ മനസ്സിലാക്കി എടുക്കുന്നതും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സിനിമയിൽ വലിയ ഇമ്പോർട്ടൻസ് കാണത്തില്ല, ആ ഒരു സ്കൂൾ ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരിക്കുന്നു. പക്ഷെ ഈ ഒരു എലമെന്റ് ആ സിനിമയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ആയിട്ട് മാറുന്നുണ്ട്. അതൊക്കെ കിടിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ
ഇങ്ങനത്തെ ഒരുപാട് സീക്വൻസ് ഈ മൂവിയിലുണ്ട്. നമ്മൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും തോന്നൂലെങ്കിലും ഇതൊക്കെ ലാസ്റ്റ് ഒരു പോയിന്റിൽ വെച്ച് കണക്ട് ചെയ്ത ആ ഒരു സിനിമ പ്രസന്റ് ചെയ്യുന്ന ഒരു സ്റ്റൈലുണ്ടല്ലോ, അതൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട്. ആൻഡ് ഈ ഒരു മൂവിയിൽ ഈ ഒരു സ്കൂൾ ലൈഫ് കാണിക്കുന്ന ഏരിയയിൽ കുറച്ച് കോമഡി വർക്കായിട്ടുണ്ട്. അതായത് മാരി സെൽവരാജിന്റെ മൂവിയിൽ ഇതുവരെ നമ്മൾ കാണാത്തൊരു സാധനമാണ് ഈ കോമഡി എന്ന് പറയുന്നത്. എന്നും പറഞ്ഞു മറ്റേ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് മറ്റേ ചിരിച്ചു മറിയുന്ന അങ്ങനെയൊന്നുമല്ല. രണ്ട് കുട്ടികളുടെ ഇടയ്ക്ക് നടക്കുന്ന ചെറിയ കോമഡീസ് അതൊക്കെ നൈസായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. വളരെ ഓവറായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളെ സിനിമ കണ്ടുകൊണ്ട് ആ ഒരു ഫ്ലോയിൽ പോകുമ്പോൾ വേറൊരു ട്രാക്കിലോട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഫീലും ഇല്ല. വളരെ നൈസായിട്ട് തന്നെ ആ ഒരു എൻ്റെ സീൻ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഹൈലൈറ്റ് എന്ന് പറയേണ്ട രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മളെ മാരി സെൽവരാജിന്റെ കുട്ടിക്കാലം ചെയ്ത പൊൻവേൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ആൻഡ് അവന്റെ ഫ്രണ്ടിന്റെ ക്യാരക്ടർ ചെയ്ത രാഹുൽ എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി അമ്മാതിരി കിഡിലായിട്ട് തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ഒരു മാരി സെൽവരാജിന്റെ കുട്ടിക്കാലം ചെയ്തൊരു ചെറുക്കനുണ്ട്, എന്റെ മോനെ, അതായത് ഒരു സീനുണ്ട്, ഭയങ്കര വിശപ്പുണ്ട്. ആ ഒരു വിശപ്പിന്റെ ഇടയ്ക്ക് തന്നെ ഒരാൾ അടിക്കുകയും തനിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യും. അവിടെ നിന്ന് ഇവൻ ഇറങ്ങി ഓടി ആഹാരം കഴിക്കാൻ പോകുന്ന ഒരു സീനുണ്ട്. എൻ്റെ ഒരു മൂവിയിൽ പുള്ളിക്കാരൻ പേഴ്സണലി വേറെ ലെവലായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇങ്ങനെ എടുത്തു പറയേണ്ട ഒരുപാട് ഹൈലൈറ്റ് ആയിട്ടുള്ള സീക്വൻസ് ഉണ്ട്. അതൊക്കെ പുള്ളിക്കാരൻ പേഴ്സണലി കിഡിലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു +1 പഠിക്കുന്ന പയ്യനാണ്, അത്ര കിഡിലായിട്ടാണ് അവൻ ആ ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് അവൻ്റെ ഒരു കൂട്ടുകാരനായിട്ട് വന്ന ക്യാരക്ടർ ഉണ്ട്, രാഹുൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഫ്രണ്ട് കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം കേട്ടോ. എന്തിനും കൂടെ നിൽക്കുന്ന, ഏതൊരു സിറ്റുവേഷൻ വന്നാലും എന്ത് വന്നാലും നീ പോയിക്കോളാം ഞാനുണ്ടെന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫ്രണ്ടാൻ കേട്ടാൽ സത്യം നല്ല ഭാഗ്യം ചെയ്യണം കേട്ടോ. അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ആ ഒരു ക്യാരക്ടർ, ആ രാഹുൽ എന്ന പയ്യൻ അടിപൊളിയായിട്ടാണ് അവനും ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഈ രണ്ടുപേരോട് മുന്നോട്ട് കൊണ്ടുവന്നു കേട്ടോ. അതിലും പൊൻവേലിന്റെ ആ ഒരു ക്യാരക്ടർ, അതായത് മാരി സെൽവരാജിന്റെ ബയോപിക്കാണ് സിനിമ. തന്റെ ലൈഫിൽ താൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ സംസാരിക്കുന്ന, ഒന്നിൽ കൂടുതൽ സിറ്റുവേഷൻസും ഇമോഷൻസും ഒരു ഡ്രാമയും അല്ലെങ്കിൽ ആ ഒരു ട്രാജഡിയൊക്കെ സംസാരിക്കുന്ന സീക്വൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പൊൻവേൽ എന്ന് പറഞ്ഞ പയ്യൻ മാരി സെൽവരാജായിട്ട് അങ്ങ് ജീവിക്കുമായിരുന്നു. സോ ഇതാണ് ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.